പ്രിയപ്പെട്ടവരെ, വളരെ സവിശേഷമായ ഒരു മേഖലയിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. പ്രത്യാശയിൽ രക്ഷ ഞാൻ അത്യധികം ആഗ്രഹിച്ചു, സഭയും വിശുദ്ധ കുർബാനയും ദൈവം സ്നേഹമാകുന്നു എന്നിങ്ങനെയുള്ള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രമാണരേഖകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ഈ മേഖലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ സവിനയം ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്ക് കേരളത്തിലേക്ക് നോക്കിയാൽ, കേരളത്തിൻ്റെ ക്രൈസ്തവ മേഖലയിലേക്ക് നോക്കിയാൽ, ഒരുപക്ഷെ ലോകത്ത് മറ്റൊരിടത്തും ക്രിസ്ത്യാനികൾക്ക് കിട്ടാത്ത രീതിയിലുള്ളതായ വിശ്വാസ പരിശീലനവും വിശ്വാസ പഠനവും ബൈബിൾ പഠനവും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നുണ്ട്. എണ്ണമറ്റ രീതിയിലുള്ള ധ്യാനഗുരുക്കന്മാർ, വചനപ്രഘോഷകർ, ഇടവക വൈദികർ, മറ്റു രീതിയിലുള്ള വൈദികർ, ധ്യാന കേന്ദ്രങ്ങൾ, ഇങ്ങനെ എന്തുമാത്രം വചനാധിഷ്ഠിതമായ പ്രബോധനങ്ങളും പ്രഘോഷണങ്ങളും പരിശീലനങ്ങളും ആരാധനാ കേന്ദ്രങ്ങളുമാണ് കേരളത്തിലുള്ളത്. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്. പ്രത്യേകിച്ച് ഏതാനും വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ക്രൈസ്തവ നേതാക്കളിൽ നിന്നും ക്രൈസ്തവ സംഘടനകളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു പരാതിയുണ്ട്. ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത്. സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നു. ന്യൂനപക്ഷ വകുപ്പിൻ്റെ കാര്യത്തിൽ ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്രത്തോളം പരിശീലനം ലഭിച്ചിട്ടും പ്രബോധനം ലഭിച്ചിട്ടും പ്രഘോഷണങ്ങളും ആരാധനകളിൽ പങ്കെടുത്തിട്ടും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും തങ്ങളുടേതായ സ്വാധീനം ചെലുത്തുവാനും ക്രൈസ്തവർക്ക് കഴിയുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ക്രൈസ്തവ നേതാക്കൾ പറയാതെ പറയുന്ന അതല്ലേ? സംഘടനകൾ പറയാതെ പറയുന്ന അതല്ലേ? എവിടെയോ ഒരു മാറ്റം വരേണ്ടതുണ്ടെന്നല്ലേ സൂചിപ്പിക്കുന്നത്? ഞാനിവിടെ ആരെയും വിധിക്കുവാൻ വേണ്ടിയല്ല, ചില ഊന്നലുകളെക്കുറിച്ച് പറയാനാണ്. എന്നാൽ ഒരു 35-40 കൊല്ലം പുറകോട്ട് പോയാൽ രാഷ്ട്രീയ, സാമൂഹിക, ഉദ്യോഗസ്ഥ, കച്ചവട, വ്യവസായ, കാർഷിക മേഖലകളിൽ ശക്തമായ സാന്നിധ്യവും വ്യക്തിമുദ്രയും പതിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇത്രയും പരിശീലനം ലഭിച്ചിട്ടും പൊതുസമൂഹത്തിലും മുഖ്യധാരയിലും ലയിക്കുന്ന ഒരു രീതി ക്രൈസ്തവരുടെ ഇടയിൽ കണ്ടുവരുന്നില്ലേ? വിശ്വാസപരമായ സ്വത്വബോധം, ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിക്കാൻ ഇത്രയും പരിശീലനങ്ങൾ ലഭിച്ചിട്ടും പ്രഘോഷണങ്ങളും ബൈബിൾ കൺവെൻഷനുകളിൽ കൂടിയിട്ടും സാധിക്കാത്തൊരവസ്ഥയില്ലേ? എന്തുകൊണ്ടായിരിക്കാം? ഇതാണ് ഒന്ന് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ഇത് നോക്കിക്കാണുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികളെ രൂപീകരിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നവരും ബൈബിൾ പ്രസംഗിക്കുന്നവരുമാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. സ്വയം രൂപീകരിക്കപ്പെടുന്നില്ല എന്നല്ല, പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസികളെ രൂപീകരിക്കുന്ന ബൈബിൾ പ്രസംഗങ്ങളിലും ബൈബിൾ ക്ലാസ്സുകളിലും ആരാധനകളിലും ഊന്നൽ മാറിപ്പോകുന്നുണ്ട്, പ്രാധാന്യം മാറിപ്പോകുന്നില്ലേ? ഞാൻ സിമ്പിളായൊരു ഉദാഹരണം പറയാം. ഭക്ഷണവും അടുക്കളയും ഒരു വ്യക്തിക്കും കുടുംബത്തിനും നിർബന്ധമാണ്. പക്ഷേ ഭക്ഷണം കഴിക്കുവാനും അടുക്കളയ്ക്ക് വേണ്ടി മാത്രമാണോ വ്യക്തികളും കുടുംബങ്ങളും ജീവിക്കുന്നത്? ഭക്ഷണം മാത്രം ലക്ഷ്യമാക്കി, അടുക്കള മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന കുടുംബത്തിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ടാകും? വ്യക്തിയുടെ സ്ഥിതി എങ്ങനെയുണ്ടാകും? അവരറിയപ്പെടുക നല്ല ഭക്ഷണപ്രിയർ എന്ന രീതിയിൽ അറിയപ്പെടും. എന്ന് പറഞ്ഞതുപോലെ ഭക്തിയും അറിവിലും മാത്രം ഊന്നൽ കിട്ടുമ്പോൾ അവർ നല്ല മനുഷ്യരാണെന്നറിയപ്പെടും, കുഴപ്പക്കാരല്ല എന്നറിയപ്പെടും. പക്ഷേ സമൂഹത്തിൽ അവരെപ്പോഴും പിന്തള്ളപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ലേ? അപ്പോൾ ഭക്ഷണം, അറിവും ഭക്തിയും, അനുഭൂതികൾ, വരദാനങ്ങൾ, രോഗശാന്തികൾ, ഇതെല്ലാം അനിവാര്യമാണ്. അതുപോലെ അറിവും അനിവാര്യമാണ്, സ്റ്റഡി ക്ലാസ്സുകൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് അടുക്കള ഒഴിച്ചുകൂടാനാവാത്തതാണ്. അടുക്കള പോലെ തന്നെയാണ് ആത്മീയ മണ്ഡലത്തിലെ ബൈബിൾ പ്രഘോഷണ മേഖലയിലെ പ്രബോധനങ്ങളും പ്രഘോഷണങ്ങളും ബൈബിൾ കൺവെൻഷനുകളും എല്ലാം. പക്ഷേ അതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയാൽ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെടും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമായ കാരണങ്ങളിലൊന്ന്. അതായത് ഫോക്കസ് മാറിപ്പോകുന്നു. എന്നാൽ മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളും പ്രഘോഷണ രീതികളും ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും തമ്മിൽ അല്പമല്ലാത്ത ചെറുതല്ലാത്ത വ്യത്യാസം ഞാൻ കാണുകയുണ്ടായി. ആ വ്യത്യാസം പറയുകയാണ് ഏറ്റവും എൻ്റെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ, വിശ്വാസം ഒരു സ്വഭാവമാണ്. ചാക്രിക ലേഖനം പ്രത്യാശയിൽ രക്ഷ. വിശ്വാസം ഒരു സ്വഭാവമാണ്. ചാക്രിക ലേഖനം പ്രത്യാശയിൽ രക്ഷ, നമ്പർ 7. അപ്പോൾ മാർപ്പാപ്പമാർ വിശ്വാസികൾക്ക് ബൈബിൾ വ്യാഖ്യാനിച്ച് കൊടുക്കുമ്പോൾ, വിശ്വാസ പരിശീലനം കൊടുക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡമായി ഉപയോഗിക്കാൻ നോക്കുക. വിശ്വാസം ആരാധനയിലും അറിവിലും അനുഭൂതിയിലും ഒതുക്കാൻ മാത്രമുള്ളതല്ല. അങ്ങനെ ആരാധിക്കുകയും അറിയുകയും ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവമായി മാറണം. കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. വിശ്വാസം ഒരു സ്വഭാവമാണ്. നമ്പർ 14, ഇതേ പുസ്തകത്തിൻ്റെ നമ്പർ 14, രക്ഷ എന്നത് സാമൂഹിക യാഥാർത്ഥ്യമായി പരിഗണിക്കപ്പെട്ടിരുന്നു. സഭാപിതാക്കന്മാർ ആദ്യകാല വ്യാഖ്യാനങ്ങളിലെല്ലാം. എന്നിട്ട് ഇത് അപ്പസ്തോല പ്രവൃത്തികൾ കൂടി
മാർപ്പാപ്പ കോട്ട് ചെയ്യുന്നുണ്ട്. രക്ഷ എന്നത് സാമൂഹിക യാഥാർത്ഥ്യമായി പരിഗണിക്കപ്പെട്ടിരുന്നു. കർത്താവ് ദൈവമായുള്ള ജനത എന്നാണ് നമ്പർ 14 ബെനഡിക്ട് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. അപ്പോൾ രക്ഷയുടെ സാമൂഹിക മാനത്തെ, കൂട്ടായ്മ മാനത്തെ ശക്തമായിട്ട് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളും പ്രഘോഷണങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ഭക്തിയെയും വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവിനെയും ആരാധനയെയും വരദാനങ്ങളെയും അനുഭൂതികളെയും രക്ഷയുടെ സാമൂഹിക മാനത്തിൽ നിന്ന് വേർതിരിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഞാൻ എന്ന തടവറയിൽ നിന്ന് രക്ഷ നേടുക, അതായത് ക്രിസ്തുവിനെ അറിയുന്നൊരു വ്യക്തി ഞാൻ എന്ന തടവറയിൽ നിന്ന് രക്ഷ നേടുകയാണ്. ആർക്കും തനിക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അറിയാൻ സാധിക്കുകയില്ല എന്നുകൂടി മാർപ്പാപ്പമാർ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തിഗതമാമിതം സങ്കുചിതവും ഓരോ വ്യക്തിയെയും പ്രത്യേകം സംബന്ധിക്കുന്നതുമാണ് ക്രിസ്ത്യാനിറ്റി എന്നൊരാശയം എങ്ങനെയാണ് രൂപം കൊണ്ടത്? ചോദ്യം മനസ്സിലായെന്ന് കരുതുകയാണ്. ക്രിസ്തുവിനെ അറിയുകയും ആരാധിക്കുകയും ബൈബിൾ കൺവെൻഷനുകളിൽ പങ്കെടുക്കുകയും ബൈബിൾ ക്ലാസ്സുകൾ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് വ്യക്തിഗതമായ ഒരറിവിലേക്കും ഒരാശയത്തിലേക്കും മാറുന്നുണ്ടോ പ്രബോധനങ്ങളും പ്രഘോഷണങ്ങളും? പിന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്വാർത്ഥപരമായൊരു അന്വേഷണമായി ക്രിസ്ത്യാനിറ്റി ധരിക്കാനിടയായത് എങ്ങനെ? നമ്പർ 16 രക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്വാർത്ഥപരമായ ഒരു അന്വേഷണമായി ഞാനും എൻ്റെ ദൈവവും, ഞാനും എൻ്റെ കർത്താവും, ഞാനും എൻ്റെ രക്ഷയും എന്ന രീതിയിലേക്ക് ക്രിസ്ത്യാനിറ്റി മാറ്റപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടോ? ധരിക്കാനിടയായത് എങ്ങനെ? നമ്പർ 16. ഇതാണ് മാർപ്പാപ്പമാർ നൽകുന്ന വ്യാഖ്യാനങ്ങളിലെ വ്യത്യാസം. അറിവിലും അനുഭൂതിയിലും ഒതുങ്ങുന്നില്ല. ക്രിസ്തു ഒരാളെ വിളിക്കുന്നത് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകാനാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇനി സഭയും വിശുദ്ധ കുർബാനയും നമ്പർ 35-38 കൂട്ടായ്മ ബന്ധത്തിൻ്റെ ആവിഷ്കരണമാണ് വിശുദ്ധ കുർബാന. കുർബാനയെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ പോലും കൂട്ടായ്മയുടെ പ്രാധാന്യം ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഊന്നിപ്പറയുകയാണ്. ഇതും ചാക്രിക ലേഖനമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതായ ബൈബിൾ വ്യാഖ്യാനങ്ങളും നമ്മൾ നടത്തുന്ന ലീഡ് ചെയ്യുന്ന ആരാധനകളും ബൈബിൾ പ്രബോധനങ്ങളും ബൈബിൾ പ്രഘോഷണങ്ങളും കൃത്യമായും ഒരാത്മശോധനയ്ക്കും സ്വയം വിശകലനത്തിനും സമയമായിട്ടില്ലേ? ചെയ്യേണ്ടതല്ലേ? കൂട്ടായ്മ ബന്ധത്തിൻ്റെ ആവിഷ്കാരമാണ് വിശുദ്ധ കുർബാന. കുർബാനയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളുടെ മാനവും ഊന്നലും, ഇവിടെ മാർപ്പാപ്പമാർ പഠിപ്പിക്കുന്ന ഊന്നലും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അവിടെയും ആരാധനാക്രമം എന്ന് പറയുന്നത് ആരാധനാ സമൂഹത്തിൻ്റെതാണെന്നാണ് പഠിപ്പിക്കുന്നത്. കൂട്ടായ്മ ബന്ധത്തിൻ്റെ ആവിഷ്കാരം കണ്ടോ? എത്ര കറക്റ്റ് വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടോ? ഇനി നമ്പർ 38 സഭയിലെ കൂട്ടായ്മയുടെ പരമോന്നതമായ കൗദാശിക ആവിഷ്കാരമാണ് കുർബാന. സഭയിലെ കൗദാശികമായ കൂട്ടായ്മയുടെ ഉണ്ടോ? അവിടെയും സാമൂഹികമായ, മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സമുദായം എന്ന വാക്കല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, സാമൂഹിക ജീവിയാണ്. സമുദായം മോശമാണെന്നല്ല. അപ്പോൾ ഈ സാമൂഹികമായ മാനം ഉയർത്തിപ്പിടിക്കുകയാണ്. സഭയിലെ കൂട്ടായ്മയുടെ പരമോന്നതമായ കൗദാശിക ആവിഷ്കാരമാണ് കുർബാന. കുർബാനയെപ്പോലും കൂട്ടായ്മയിലാണ് കാണേണ്ടതെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അടുത്തത് ഞാൻ അത്യധികം ആഗ്രഹിച്ച അപ്പസ്തോലിക ലേഖനം ഫ്രാൻസിസ് മാർപ്പാപ്പ. വികൃതമാക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റിയുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നോക്കുക. എത്ര തുറന്നാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എന്ന തടവറയിൽ നിന്ന് ഞങ്ങൾ എന്ന അവസ്ഥയിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും വളരണം എന്ന് പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പയും, വികൃതമാക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റി വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് നമ്പർ 17 ഔദ്യോഗിക രേഖയിലാണ് പഠിപ്പിക്കുന്നത്. എന്താണ് വികൃതമാക്കപ്പെട്ട ക്രിസ്ത്യാനി? ഞാൻ എന്നതിൻ്റെ വ്യാപ്തി ആരാധനാക്രമത്തിൽ ഞങ്ങൾ എന്നേ പറയാറുള്ളൂ, ഞാൻ എന്ന് പറയാറില്ല. അപ്പോൾ ആരാധനാ സമൂഹമാണ് നമ്മൾ. അപ്പോൾ ആരാധനാ സമൂഹത്തിൽ ഞങ്ങൾ എന്നതിനെ ഞാനെന്ന രീതിയിൽ, ഞാനും എൻ്റെ കർത്താവും, ഞാനും എൻ്റെ കുർബാനയും, ഞാനും എൻ്റെ പ്രാർത്ഥനയും, എൻ്റെ പുണ്യപ്രവർത്തികൾ, എൻ്റെ പ്രാർത്ഥനാ രീതി, എൻ്റെ ജീവിതം, എൻ്റെ കർത്താവ്, ഈ രീതിയിലേക്ക് ചുരുക്കപ്പെടുന്നുണ്ട് എങ്കിൽ നവീന പെലേജിനിസം എന്നും ജ്ഞാനവാദമെന്നുമാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. ഈ രണ്ട് വാദങ്ങളെയും വികൃതമാക്കപ്പെട്ട ക്രിസ്തീയത എന്ന് വിളിക്കുകയാണ് നമ്പർ 17. നമ്പർ 19 പറയുന്നത് ഞങ്ങൾ എന്നതിൻ്റെ വ്യാപ്തി വിശ്വാസികളെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്നതിനല്ല ഞങ്ങൾ എന്നതിന് ഊന്നൽ കൊടുക്കണം. അത് ആരാധനാക്രമത്തിലേക്കാണല്ലോ വിശ്വാസികളെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ടു ബി ഫോംഡ് ബൈ ദി ലിറ്റർജി ആൻഡ് ഫോംഡ് ഫോർ ദി ലിറ്റർജി എന്നാണ് പഠിപ്പിക്കുന്നത്. വിശ്വാസികളും വൈദികരും സന്യസ്തരും സഭയിലെല്ലാവരും ആരാധനാക്രമത്താൽ സഭയുടെ
കൗദാശിക ജീവിതം വഴി, ബൈബിൾ പഠനങ്ങൾ വഴി, ബൈബിൾ പ്രഘോഷണങ്ങൾ വഴി ടു ബി ഫോംഡ്, രൂപീകരിക്കപ്പെടണം. രൂപീകരണമാണ് നടക്കേണ്ടത്. ആ രൂപീകരണമാകട്ടെ ഞങ്ങളെന്ന അവസ്ഥയിലേക്കാണ് വിശ്വാസികളെ ക്ഷണിക്കുന്നത്. ഞങ്ങളെന്നതിനെ ഞാനെന്ന് പരിമിതപ്പെടുത്തിയാൽ അതിനെ പൈശാചികമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിക്കുകയാണ്. അപ്പോൾ എത്ര ഗൗരവത്തോടെയാണ് വിശ്വാസത്തെ വെറും വ്യക്തിയാധിഷ്ഠിതമായി മാത്രം മാറ്റുന്നതിനെ. വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്, അങ്ങനെ തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. വ്യക്തികളെ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം, അനുഭൂതി, അറിവ്, വരദാനങ്ങൾ, ആരാധന, ഇതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അടുക്കള മാത്രം ലക്ഷ്യമായി പോയാൽ എങ്ങനെ ഉണ്ടാകും? ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല, വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് ഭക്തിയും വിശ്വാസവും സാമൂഹ്യ മാനവും തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല. ഇവിടെയെല്ലാം കാണുന്ന പ്രത്യേകത, ഇവർ വിശ്വാസത്തെ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ അറിവിലേക്കോ അനുഭൂതിയിലേക്കോ അല്ല കൊണ്ടുപോകുന്നത്, മറിച്ച് കൂട്ടായ്മയിലേക്കാണ്. ഇനി ദൈവം സ്നേഹമാകുന്നു ചാക്രിക ലേഖനം. അതിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നാകുന്നതാണ് ക്രിസ്തീയത എന്ന് പഠിപ്പിക്കുക. നമ്പർ 15 ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നാകുന്നതാണ്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, എല്ലാ പ്രമാണങ്ങളെയും കൊണ്ടുവന്നു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും ദൈവത്തെയും സ്നേഹിക്കുക എന്ന്. അപ്പോൾ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നാകുന്നു. എന്നിട്ട് നമ്പർ 12 പഠിപ്പിക്കുകയാണ്, ദൈവസ്നേഹം മാംസം ധരിച്ചതാണ് ക്രിസ്തു. ഉണ്ടോ? മനുഷ്യാവതാരത്തെ പോലും, ട്രിനിറ്റിയെ പോലും ഒറ്റ വാക്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചു തരികയാണ് മഹാപണ്ഡിതനായ ബെനഡിക്ട് മാർപ്പാപ്പ. ദൈവസ്നേഹം മാംസം ധരിച്ചതാണ് ക്രിസ്തു. നമുക്ക് എത്ര ക്ലിയർ ആയിട്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തമാക്കുന്നത്. അതെന്തിനാണ്? ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിച്ചു പോകുന്നു. ഈ നമ്പർ 20 വായിച്ച് നിർത്താം. നമ്പർ 20 ദൈവസ്നേഹമാകുന്നു ചാക്രിക ലേഖനം. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ സഹോദര സ്നേഹം പ്രധാനവുമായി ഓരോ വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. ദൈവസ്നേഹവും സഹോദര സ്നേഹവും എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് ബൈബിൾ മാർപ്പാപ്പമാർ പഠിപ്പിക്കുന്നത് കണ്ടോ? കൂട്ടായ്മ ബോധം മസ്റ്റാണെന്ന് പഠിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പറ്റുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ്. തദ്ദേശ സഭകൾ മുതൽ വ്യക്തിസഭകൾ വരെ ഓരോ തലത്തിലുമുള്ള സഭാ സമൂഹത്തിൻ്റെയും സാർവത്രിക സഭ മുഴുവൻ്റെയും ഉത്തരവാദിത്തം കൂടിയാണ്. ഉണ്ടോ? ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ സഹോദര സ്നേഹം എന്ന് പറയുന്നത് ആഗോള സഭയുടെയും വ്യക്തിസഭകളുടെയും ഇടവകകളുടെയും ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ സഭ സ്നേഹം പ്രാവർത്തികമാക്കണം. ഒരു സമൂഹം എന്ന രീതിയിൽ വേണം ക്രിസ്തീയതയെ അറിയുവാനും അനുഭവിക്കുവാനും. ഇനി അതിൻ്റെ വ്യാഖ്യാനം കണ്ടോണേ. സമൂഹത്തിന് സുവ്യവസ്ഥിതമായ ഒരു സേവനമായി തീരണമെങ്കിൽ ഇപ്രകാരം സ്നേഹം സംഘടിതമാകേണ്ടതുണ്ട്. സഭ ആദ്യകാലം മുതൽ ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള അവബോധത്തിന് അടിസ്ഥാനപരമായി പ്രസക്തി നൽകിയിരുന്നു. വിശ്വസിച്ചവരെല്ലാം ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഉണ്ടോ? വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ബോധത്തെക്കുറിച്ച് എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് ക്രൈസ്തവ ലോകത്ത് നിന്ന് ക്രൈസ്തവ നേതാക്കളും സംഘടനകളും അവഗണിക്കപ്പെടുന്നുവെന്നുള്ള പരാതി ഉയർത്താൻ കാരണം ഇത്രത്തോളം പ്രഘോഷണങ്ങളും പ്രബോധനങ്ങളും ആരാധനകളും ഉണ്ടായിട്ട് ഊന്നൽ മാറിപ്പോകുന്നത് കൊണ്ടല്ലേ? അടുക്കള ലക്ഷ്യമായി, ഭക്ഷണം ലക്ഷ്യമായി പോകുന്നു. ഭക്ഷണം നിർബന്ധമാണ്. ഭക്തിയും അറിവും ഒരു കാരണവശാലും മാറ്റിക്കളയാൻ പറ്റില്ല. പക്ഷേ ഭക്തിയും അറിവും അനുകരിക്കുക, കൂട്ടായ്മ ജീവിതം എന്നതും തമ്മിൽ വേർതിരിക്കാനാവില്ല. അപ്പോൾ ക്രിസ്തീയതയെ പറയുമ്പോൾ അറിയുക, അനുഭവിക്കുക, അനുകരിക്കുക, 3 ആകളല്ലേ? ഇതിൽ 2 ആകൾ മാത്രമല്ലേ കൂടുതലായും പ്രസംഗിക്കപ്പെടുന്നുള്ളൂ. അറിയിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്, അനുഭൂതിയുണ്ട്, വരദാനങ്ങൾ, രോഗശാന്തികൾ, വിടുതലുകൾ, ബ്ലെസ്സിങ്ങുകൾ, ഡെലിവറൻസുകൾ എല്ലാം കൊടുക്കുന്നുണ്ട്. അത്യന്താപേക്ഷിതമാണ് താനും, ഒഴിച്ചുകൂടാനാവാത്തതാണ്. കാരണം ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്താലല്ലേ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിലേക്ക് ഒതുങ്ങിപ്പോകുന്നതിൻ്റെ ദുരന്തമല്ലേ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുവഴി നമ്മൾക്കിടയിൽ കൂട്ടായ്മകളില്ലാതാകുന്നു. കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കുറേ ജീവികൾ ഇങ്ങനെ നടക്കുകയാണ്, ആരാധിക്കുന്ന കുറേ ജീവികൾ ഇങ്ങനെ നടക്കുകയാണ്. വെറും അതിജീവനം മാത്രം ലക്ഷ്യമാക്കി അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നൊരു തലത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എന്നൊരു സ്വയം വിമർശനത്തിന്, ആ രീതിയിലേക്ക് പ്രഘോഷണങ്ങൾക്ക് ഊന്നൽ വന്നിട്ടുണ്ടോ എന്നുള്ള വിമർശനത്തിന് സമയമായി. ഇനി ബൈബിളിലേക്ക് നോക്കിയാൽ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം ബൈബിൾ കൺവെൻഷനുകളിൽ, ബൈബിൾ വ്യാഖ്യാനങ്ങളിൽ, ധ്യാനങ്ങളിൽ
ഇടവക പ്രസംഗങ്ങളിൽ ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? കൊടുക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണ്ടേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ പിതാവേ. യോഹന്നാൻ ശ്ലീഹ 17-ാം അധ്യായത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമുണ്ട്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളിലായിരിക്കുന്നതിന് വേണ്ടി ഉണ്ടോ കൂട്ടായ്മ. ഇനി യോഹന്നാൻ പഠിപ്പിക്കുന്ന തൻ്റെ ലേഖനത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് പിതാവും പുത്രനുമായി കൂട്ടായ്മയുണ്ട്, ഞങ്ങൾക്ക് കമ്മ്യൂണിയനുണ്ട്, കൂട്ടായ്മയുണ്ട്. നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. കണ്ടോ എന്തിനാണ് ബൈബിൾ പഠിപ്പിക്കുന്നതെന്ന് കണ്ടോ? യോഹന്നാൻ അപ്പോസ്തലനാണ് പഠിപ്പിക്കുന്നത്. പത്രോസ്ലീഹയുടെ ഭാഷയിൽ അല്പം കൂടി കടുത്തതാണ്. നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ ലയിക്കാൻ പറ്റില്ല എന്നാണ് പത്രോസ്ലീഹ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്, രാജകീയ പുരോഹിത ഗണം ആണെന്നാണ് പത്രോസ്ലീഹ പഠിപ്പിക്കുന്നത്. കണ്ടോ? ഇനി പൗലോസ്ലീഹയിലോട്ട് വന്നാലോ, ഒരു ശരീരത്തിൻ്റെ അവയവമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് കൂട്ടായ്മയെക്കുറിച്ച് അപ്പോസ്തലന്മാർ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ കൂട്ടായ്മയുടെ ആവശ്യകതയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം ദൈവം കൂട്ടായ്മ, ദൈവം ട്രയൂൺ ഗോഡാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്നേഹക്കൂട്ടായ്മ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, നിറകുടം. ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു തുളുമ്പിയതാണ് ക്രിസ്തുവെന്ന് വെറന്മാർപ്പ പഠിപ്പിക്കുകയാണ്. ദൈവസ്നേഹം മാംസം ധരിച്ചതാണ് ക്രിസ്തു. അങ്ങനെയെങ്കിൽ സ്നേഹം കഴിക്കുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് സ്നേഹം ഒഴുകേണ്ടതല്ലേ? സ്നേഹമാകുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ, സ്നേഹമാകുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കാൻ പഠിപ്പിക്കുന്നതെങ്കിൽ, അറിയാൻ പഠിപ്പിക്കുന്നതെങ്കിൽ, അനുഭൂതികളിലൂടെ പഠിപ്പിക്കുന്നതെങ്കിൽ സ്നേഹം വിശ്വാസികളിൽ നിന്ന് ഒഴുകേണ്ടേ? അതുകൊണ്ട് പ്രബോധനങ്ങളുടെയും പ്രഘോഷണങ്ങളുടെയും ബൈബിൾ കൺവെൻഷനുകളുടെയും ഊന്നൽ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.